ഈ MDMA കേസിൽ എങ്ങും എത്തിയിട്ടില്ല പോലീസ് അന്വേഷണം എന്നതാണ് വസ്തുത. പോലീസ് അന്വേഷണം മരവിച്ച പോലെയാണെന്നും MDMAയുടെ ഉറവിടം പോലും കണ്ടെത്തിയിട്ടില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. മുഹമ്മദ് ഹുസൈന് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം പുറത്തുവന്നതോടെ തൂഫാൻ സംഘം കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പ്രതികളുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഉത്തരം പറയേണ്ടത് തൂഫാൻ നയിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറയുന്നു ഈ മാഫിയയെ പിടിച്ചു കിട്ടുമെന്ന് പറയുന്നു. MDMA അടക്കമുള്ള മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്ന മാഫിയയെ പിടികൂടി അടച്ചു കൂട്ടുമെന്ന് പറയുന്ന ഹോം മിനിസ്റ്റർ ചെന്നിത്തല പറയണം. അത് കാണുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിടുന്ന ആൾക്കാർ MDMA വിൽക്കുന്നു. അവർ MDMAയുടെ നടത്തിപ്പുകാരായിക്കൊണ്ടിരിക്കുന്നു. ഈ മാഫിയ വാഴ്ചയെ ഒരു ഭാഗത്ത് കയറി വിട്ടുകൊണ്ട് അദ്ദേഹം തൂഫാൻ നടപ്പിലാക്കുന്നു. തൂഫാൻ നടപ്പിലാക്കുമെങ്കിൽ ഉടനെ പിടികൂടേണ്ടത് അവരെയാണ്. സതീശൻ്റെ ബന്ധുക്കളായ കൂട്ടുകാരായ അദ്ദേഹത്തിൻ്റെ കൂടെ ഇഫ്താറിൽ പങ്കെടുക്കുന്ന കുറ്റബന്ധുക്കളായ സുഹൃത്തുക്കളെ പിടികൂടണം. അവരെ പിടികൂടാതെ ജയ് തൂഫാൻ പറഞ്ഞാൽ അത് തട്ടിപ്പാണ്. തൂഫാനാകണമെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അകത്തും പുറത്തും സ്വാധീനമുള്ള ഇത്തരം ആൾക്കാരെയാണ്. അത് വൈകാൻ പാടില്ല. രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് പ്രതികൾ ലഹരിക്കടത്ത് നടത്തിയതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. VD സതീശനുമായുള്ള ബന്ധം പ്രതി ഉപയോഗപ്പെടുത്തിയെന്നും തോമസ് ഐസക് റിപ്പോർട്ടിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി പ്രത്യേകിച്ചൊരു പ്രകോപനവും ഇല്ലാതെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നു എന്നുള്ളത്. ഈ കാറ് കാസർഗോഡ് വരെ തടസ്സമില്ലാതെ പോയി. ചില സ്ഥലങ്ങളിൽ നിർത്തി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വർത്തമാനം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കാർ അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രാഷ്ട്രീയ ബന്ധത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അല്ലെങ്കിൽ പോലീസ് പറയട്ടെ, എറണാകുളത്ത് നിന്ന് കാർ മാർഗേണ MDMA ആയിട്ട് യാത്ര തിരിച്ചിട്ട് കാസർഗോഡ് എത്തുന്നവരെ ഞങ്ങളിത് അറിഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, അതാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ലഹരി പരിശോധനകൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കാസർഗോഡ് എത്തുന്നതുവരെ ഈ പ്രതികൾ പിടിയിലായില്ല എന്നത് ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, ഇവർ നിരന്തരം ഇത്തരത്തിൽ ലഹരി കടത്തുന്നവരാണ്. ഈ പറഞ്ഞതുപോലെ നൈജീരിയൻ സംഘത്തു നിന്നൊക്കെ നേരിട്ട് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നവരാണ്. സ്വകാര്യ ബസ്സിലാണ് അത്രേ എത്തിച്ചത്. അപ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധം, അതായത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്നാണ് ഈ പ്രതി തന്നെ അവകാശപ്പെടുന്നത്. ആ നിലയ്ക്ക് ആ ബന്ധം ദുരുപയോഗം ചെയ്തു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. അതാണ് പ്രതിപക്ഷം ഉയർത്തുന്നതും, അല്ലേ റോഷിപാൽ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർ എന്ന് വിശേഷിപ്പിച്ച ഹുസൈൻ കടന്നുപോയ വഴികൾ സ്വാഭാവികമായും തൻ്റെ രാഷ്ട്രീയ സ്വാധീനം, ബന്ധങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം ഇവിടം വരെ, കണ്ണൂർ കാസർഗോഡ് വരെ എത്തിച്ചേരാൻ. കാരണം പലയിടങ്ങളിലായി ഇവർ ആദ്യമായിട്ടല്ല മയക്കുമരുന്ന് എത്തിക്കുന്നത് എന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയത്. മാത്രവുമല്ല, അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുണ്ട്. അതിൻ്റെ കണ്ണികളാണ്. ഹവാല ഇടപാടുകളടക്കം ഇവർ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി നിരന്തരം നടത്തിയെന്ന കണ്ടെത്തലുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി കുറ്റകൃത്യങ്ങളുടെ ഭാഗമായ ആബിദ് ഉൾപ്പെടെയുള്ളവരുടെ സംഘാംഗങ്ങളാണ് ഹുസൈൻ അടക്കമുള്ളവർ. ഇവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു, പ്രാദേശിക നേതാക്കളായിരുന്നു. അവർ സ്വാഭാവികമായും ഇത്തരം യാത്ര എറണാകുളത്ത് നിന്ന് നേരെ കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിൽ പലയിടങ്ങളിലായി അവർ MDMA വിതരണം ചെയ്തു എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിൽ തൂഫാന്റെ പരിശോധന നടക്കുമ്പോൾ അവിടെയൊക്കെ പോലീസിന്റെ കണ്ണുവെട്ടിച്ചത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളെ മറയാക്കിക്കൊണ്ട് ഹവാല ഇടപാടും മയക്കുമരുന്ന് കച്ചവടവും നടത്തിയെന്ന നിഗമനത്തിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പറയുന്നത് വളരെ ഗൗരവത്തോടുള്ള അന്വേഷണം വേണം, അല്ലെങ്കിൽ തൂഫാന്റെ പ്രാധാന്യം നഷ്ടപ്പെടും, തൂഫാന്റെ വിശ്വാസം നഷ്ടപ്പെടുമെന്നത് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഇവിടെ സംരക്ഷണം ഒരുക്കുന്നു മുഖ്യമന്ത്രി എന്ന ആക്ഷേപം കൂടി പ്രതിപക്ഷം ഉയർത്തുകയാണ്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പായിരിക്കും പ്രതിക്കൂട്ടിലാവുക. ശരി, അതാണ് കൃത്യമായി
കൃത്യമായ നടപടികൾ നിലപാടുകൾ വേണ്ടതുണ്ട്. തുടരന്വേഷണം നടത്തണം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട്. പ്രതികൾ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ലഹരിക്കടത്തിന് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല ഇവരുടെ ലഹരി ശൃംഖലയിൽ ആരൊക്കെയുണ്ട്, നൈജീരിയൻ സംഘവുമായും നേരിട്ട് ബന്ധം എങ്ങനെ സ്ഥാപിക്കാനായി, അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം പോകേണ്ടതുണ്ട്. ഈ കേസിന്റെ തുടർ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും ചേരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.